ഒരു കാര്യം പറയട്ടെ, ഓരോ ലഞ്ച് ബോക്സും ഓരോ അമ്മമാരും എഴുതുന്ന ഒരു പരീക്ഷയാണ്. ഉച്ച കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ വരുന്ന റിസൾട്ട് നോക്കിയിരിക്കുന്ന ഒരു കാത്തിരിപ്പാണ്. റിസൾട്ട് എന്താണെന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും കാണും. ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടി നമ്മളോട് ഇന്ന് പാത്രം കാലിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരീക്ഷ നമ്മൾ ജയിച്ചു. മറിച്ചാണെങ്കിൽ 1000 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. മോര് തീരെ പോരായിരുന്നു, തോരൻ കൊള്ളില്ലായിരുന്നു, മീനിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. അങ്ങനെ ഒരു 100 ഉത്തരങ്ങൾക്കും ചോദ്യങ്ങൾക്കും നടുവിൽ നിങ്ങൾ കിടന്ന് പാടുപെടും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന നിങ്ങളെ നോക്കി അങ്ങ് കോണിൽ ഒരാളെ നിന്ന് ചിരിക്കും. ആരാന്ന് പറയാമോ? പണ്ട് പോരാളി ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ലഞ്ച് ബോക്സ്. പണ്ട് നിങ്ങൾ കുറേ കുറ്റം പറഞ്ഞതാ. അമ്മയ്ക്ക് കറി വെക്കാൻ അറിയില്ല, അമ്മയുടെ മോര് കൊള്ളില്ല, അമ്മയുടെ കറി കൊള്ളില്ല. അന്ന് കുറ്റം പറഞ്ഞ അമ്മമാരറിയുന്നുണ്ടോ ഇന്ന് സ്വന്തം മക്കളിൽ നിന്ന് അതൊക്കെ കേൾക്കേണ്ടി വരുമെന്നു? എന്താല്ലേ കർമ്മ. അത് തന്നെ കാര്യം. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു സ്കൂളിൽ പോകുന്നത് നിന്ന് കഴിയുമ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കേണ്ടി വരില്ല. ഞാനിന്ന് എണീക്കുന്നതോ മറ്റൊരു സ്കൂളിൽ പോക്കിൻ്റെ അലാറം കേട്ടുകൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്ന പൊതിച്ചോറിനെ പറ്റിയുള്ള കുറ്റം കേൾക്കുമ്പോൾ ആർക്കായാലും ചെറിയൊരു വിഷമം വരും. അപ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ അമ്മയെ പറ്റിയാണ്. അമ്മമാർ ഇതുപോലെ രാവിലെ എണീറ്റ് ഉണ്ടാക്കി തന്ന ഒരുപാട് പൊതിച്ചോറിലെ കറികളും ചോറുകളും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വേസ്റ്റ് കൊട്ടയെ കൊട്ടിയിട്ടുള്ള പലരും ഉണ്ടാവും. ഞാനും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഏതെങ്കിലും കറി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അമ്മ പിറ്റേന്ന് വീണ്ടും ആ കറി തരും. അതും അമ്മയ്ക്ക് കുറ്റമാണ്. ഇപ്പം ഞാനും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എന്താ അല്ലേ? ഇന്ന് ഞാൻ എഴുതിയ പരീക്ഷയുടെ വിധികർത്താവാണ് ദൈ ഒരുങ്ങി നിൽക്കുന്നത്. സ്കൂളിൽ പോയിട്ട് വരട്ടെ, നോക്കാം.